മാർച്ച് 29-ാം തീയതി നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ ഏതൊരാഗ്രഹവും വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായ ഡേ ആണ്. നമ്മൾ മുൻപ് ഫുൾ മൂൺ ഡേയുടെ വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിരുന്നല്ലേ. അതായത് ഫുൾ മൂൺ ഡേ ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ആയിരക്കണക്കിന് വ്യക്തികളുടെ ലൈഫിലാണ് മാറ്റേണ്ടത്. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പം ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും റിലേഷൻഷിപ്പ്, പണം എന്നുള്ള എല്ലാം തന്നെ പറഞ്ഞിട്ട് കുറേ സക്സസ് സ്റ്റോറീസ് എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ പിറകിലെ സയൻറ്റിഫിക്കല്ല എന്താണ് കാര്യം എന്ന് ചിന്തിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്താണ് ഒക്കൾട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു PDF ബുക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനാൽ അതിൽ ഫുൾ മൂൺ ഡേയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ന്യൂ മൂൺ. കാരണം ഞാൻ ആ കാര്യങ്ങൾ ഒരിക്കലും തന്നെ കേട്ടിട്ടില്ല. അത് പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്തും വീഡിയോസിലും തന്നെ കേട്ടിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഓക്കെ ന്യൂ മൂൺ എന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ. ആ ന്യൂ മൂൺ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ, അതായത് ഫുൾ മൂൺ ഡേയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഡേ ആണ് ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്? അമാവാസി ദിനം, അതായത് ചന്ദ്രനെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് കാണാതിരിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. അതായത് എല്ലാ അമാവാസി, അതായത് അമാവാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അന്നേരം ഈ ഒരു ദിവസം നമ്മളുടെ കുട്ടിക്കാലത്ത് എന്താണ് പറയുന്നത്, അമാവാസി ദിനങ്ങളിൽ പ്രേതങ്ങൾ ഇറങ്ങി നടക്കുന്ന സമയമാണ്, പിശാചികൾ ഇറങ്ങി നടക്കും, നെഗറ്റീവായിട്ടുള്ള കുറേ എനർജീസ് നടക്കുന്നില്ല. സത്യത്തിൽ ഇതൊന്നും തന്നെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന രീതിയില്ല, പവർഫുള്ളായ എനർജീസാണ്. ഈ എനർജീസ് ഉപയോഗിച്ച് നമുക്ക് മാനിഫെസ്റ്റേഷൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ഈ അമാവാസി ദിനങ്ങളിലാണ് ഡാർക്ക് പവേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെ താന്ത്രിക വിദ്യയിൽ ഒരു ഡാർക്ക് വേർഷൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ അവർ ആ ദിനത്തെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇതിനാവശ്യമായുള്ള ചില വസ്തുക്കളുണ്ട്. നമ്മൾ ന്യൂ മൂൺ ഡേയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് വേണം. അതോടൊപ്പം തന്നെ പേപ്പർ ഷീറ്റ്, നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി ഒട്ടിക്കുന്ന പേപ്പർ ഷീറ്റുകളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കറുത്ത അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെന്നാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂ മൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ മൂൺ എന്ന് പറയുന്നത് ഡാർക്കാണ്. അതായത് നമുക്ക് ആകാശത്തൊന്നും തന്നെ പ്രകാശം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഡാർക്ക് എനർജിയുള്ള പെന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് കളറുള്ള പെന്ന് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത്, അതായത് നിങ്ങൾ ആകാശത്ത് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഏരിയയിൽ, അല്ലെങ്കിൽ ഉദാഹരണം പറയുന്നെങ്കിൽ വീടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മണ്ടയിലോ പോയിട്ട് ഇരിക്കുക. സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ പോയിട്ടിരിക്കാതെ കഴിയുന്നത് നമ്മൾ പുറത്ത് വരാന്തയിലോ കാര്യങ്ങളൊന്നും ഇരിക്കുക. അന്നേരം അത് ചെയ്യേണ്ടതെന്ന് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 7-നും രാത്രി 12 മണിക്കും ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരമാണ് ന്യൂ മൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേന എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ആഗ്രഹം എന്താണ് അത് എഴുതി വെക്കുക. അത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ എഴുതി വെക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനും ഇന്ന വ്യക്തിയുള്ള പ്രണയബദ്ധത്തിന് നന്ദി. അത് കറക്റ്റായിട്ട് ആ ബ്ലാക്ക് കളർ മഷിയുണ്ട് അത് എഴുതിയിട്ട് നമ്മളെ ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, അഥവാ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് വെള്ളം എടുത്തിട്ട് കറക്റ്റ് ഫീലിങ്ങോടെ കൂടെ, കറക്റ്റ് ഇൻറ്റൻഷനോട് കൂടെ ആ വെള്ളം കുടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു 3 മിനിറ്റ്സ് എങ്കിലും ഗ്യാപ്പ് എടുക്കുക. അത് ഗ്യാപ്പ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇമോഷൻസിനെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്രാക്ടീസ് ചെയ്തു, അടുത്ത പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ പോകാതെ ഒരു 3 മിനിറ്റെങ്കിലും. 3 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഗോൾഡൻ നമ്പറാണ്, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈൻ നമ്പറായിട്ടാണ് കരുതുന്നത്. അതിൽ മിനിമം ഒരു 3 മിനിറ്റെങ്കിലും എടുത്തിട്ട് ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു വ്യക്തിയായിട്ടുള്ള മൊമെൻറ്റ്സ്, ചിലപ്പോൾ പണം കിട്ടുന്നതായിരിക്കും, എന്തോ ആട്ടെ, അത് കറക്റ്റായിട്ടൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അടുത്ത ഇൻറ്റൻഷൻ എന്താണോ അത് കറുത്ത മഷി പെന്നുകൊണ്ട് ആ ഒരു ഇൻറ്റൻഷൻ ചിലപ്പോൾ പണമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ ഉള്ളതിന് പ്രപഞ്ചശക്തിക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം പകുതി ഒഴിച്ചാൽ മതി, പകുതി ഒഴിച്ചിട്ട് നമ്മൾ ഫീലിങ്ങോടെ കൂടെ കുടിക്കുക. വീണ്ടും ഒരു 3 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക. അതിനുശേഷം ഹെൽത്തോ ജോലിയോ എന്തുമാവട്ടെ അത് കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കുടിച്ചതിന് ശേഷം ഈ 3 ഷീറ്റും എന്ത് ചെയ്യുക, നിങ്ങളത് കത്തിച്ച് അന്ന് തന്നെ കത്തിക്കണം, ദിവസം മാറ്റി വെക്കാൻ പാടില്ല. അന്ന് തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 3 ഷീറ്റ് നിങ്ങൾ ഇങ്ങനെ തീപ്പെട്ടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലൈറ്റർ ഉപയോഗിച്ചോ കത്തിക്കാം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 കാര്യങ്ങളും പുതിയ കാര്യങ്ങളാണ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത് നല്ലത്. അതായത് ന്യൂ മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു അല്ലെങ്കിൽ പുതിയൊരു ലോകമാണ്, അല്ലെങ്കിൽ പുതിയൊരു ക്രിയേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹങ്ങളിൽ പുതിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പഴയ ആഗ്രഹങ്ങളെ ഉപയോഗിക്കാം, പക്ഷേ ന്യൂ മൂണിൽ ആ പുസ്തകത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആഗ്രഹങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ലൈഫിൽ 100% ഉറപ്പായിട്ടും ഫുൾ മൂൺ ഡേ പോലെ തന്നെ ന്യൂ മൂൺ ഡേയും നിങ്ങൾക്ക്
ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.